Hello, കൂട്ടുകാരെ. PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. In figure, triangle ABC is right angled at C and DE is perpendicular to AB. Prove that triangle ABC is similar to triangle ADE and hence find the length of AE and DE. ഫിഗറിൽ തന്നിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണോ എന്ന് നോക്കാം. ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് AE ആൻഡ് DE കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് സിമിലാരിറ്റി ചെക്ക് ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADE, ആംഗിൾ C ഈക്വൽസ് ടു ആംഗിൾ E ഈക്വൽസ് ടു 90 ഡിഗ്രി. ട്രയാങ്കിൾ ABC ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് C എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DE ഈസ് പെർപെൻഡിക്കുലർ ടു AB എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗിവൺ എന്ന് എഴുതാം. ഇവിടെ ആംഗിൾ A ഈസ് കോമൺ ഫോർ ബോത്ത് ആംഗിൾസ്. ട്രയാങ്കിൾ ADEക്കും ട്രയാങ്കിൾ ABCക്കും കോമൺ ആണല്ലോ ഇത്. അപ്പൊ നമുക്ക് ആംഗിൾ A ഈക്വൽസ് ടു ആംഗിൾ A കോമൺ. Therefore, triangle ABC is similar to triangle ADE by AA similarity. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ACയും BCയും ഗിവൺ ആണല്ലോ. അത് രണ്ടും യൂസ് ചെയ്തിട്ട് AB കണ്ടുപിടിക്കാം ബൈ പൈത്തഗോറസ് തിയറം. AB സ്ക്വയർ ഈക്വൽസ് ടു AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇവിടെ AC AD പ്ലസ് DC ആണല്ലോ. 3 plus 2. 3 plus 2 is 5 സ്ക്വയർ പ്ലസ് BC is 12. 12 square. 5 square equals to 25 plus 12 square equals to 144. 25 plus 144 equals to 169. AB square ആണ് 169 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ AB equals to root 169 ഈക്വൽസ് ടു 30. അപ്പൊ നമുക്ക് AB 13 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ട്രയാങ്കിൾ ABCയുടെ 3 സൈഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്തിട്ട് AEയും EDയും കണ്ടുപിടിക്കാം. AB by AD ഈക്വൽസ് ടു BC by DE ഈക്വൽസ് ടു AC by AE. അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB 13 സെന്റിമീറ്റർ, 13 by AD is 3 centimeter, BC is 12 centimeter, DE നമുക്കറിയില്ല, അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് DEയുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 13 into DE equals to 12 into 3. DE equals to 12 into 3 is 36. 36 by 13. ഇനി AEയും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. AB by AD equals to AC by AE. AB by AD 13 by 3 ആണല്ലോ. ഈക്വൽസ് ടു AC is 5 centimeter by AE. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 13 AE ഈക്വൽസ് ടു 3 into 5 is 15. AE ഈക്വൽസ് ടു 15 by 30. കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് ലെങ്ത്തും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എല്ലാം സെന്റിമീറ്ററിലായതുകൊണ്ട് സെന്റിമീറ്റർ എന്ന് എഴുതാം. സൊല്യൂഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു. ബൈ ബൈ.